ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഫ്ലോബി.io. ഈ വീഡിയോയിലൂടെ നമുക്ക് ഫ്ലോബി.io ഉപയോഗിച്ചിട്ട് വാട്സപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേഷൻസ് എന്തെല്ലാം നോക്കാം. നിലവിൽ നമ്മൾ ചാറ്റ് ബോട്ടിൻ്റെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെയുള്ള ഓട്ടോമേഷനാണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കിവിടെ ഓട്ടോമേഷൻ അണ്ടർ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഓട്ടോമേഷൻസ്, ഡിഫോൾട്ട് ആക്ഷൻസ്, കീവേഡ് ആക്ഷൻസ്, ഷോർട്ട് ലിങ്ക്, കോൺവെർസേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. സോ നമുക്കത് ഓട്ടോമേഷൻ എന്താണെന്ന് നോക്കാം. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇവൻറ്റ് നടക്കുമ്പോൾ ഒരു പ്രത്യേക മെസ്സേജ് കസ്റ്റമർക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ കസ്റ്റമേഴ്സ് ബർത്ത്ഡേ ചൂസ് വിചാരിക്കുക. എന്നിട്ട് ആ കസ്റ്റമേഴ്സ് ബർത്ത്ഡേയുടെ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ മുമ്പ് മെസ്സേജ് പോകണമെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് നമുക്കൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ ബർത്ത്ഡേയുടെ അന്ന് എന്ത് മെസ്സേജാണ് പോകേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ പ്രത്യേക ഓഫറുകൾ അറേഞ്ച് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതാ ഹാപ്പി ബർത്ത്ഡേ ടു യു, നിങ്ങൾക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ ഷോപ്പിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% അല്ലെങ്കിൽ 25% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് പോകണം. അത് ആ ഒരു പർട്ടിക്കുലർ ഡേ ബർത്ത്ഡേ ആരൊക്കെ ഉണ്ടോ അവർക്ക് കംപ്ലീറ്റ് പോകണം. അത് നമ്മളുടെ കോൺടാക്ട്സ് ലിസ്റ്റ് ഉണ്ടാവും, അതിൽ ഫീഡ് ചെയ്തിട്ടുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തിട്ടാണ് ഈ മെസ്സേജ് പോവുക. സോ നമ്മൾ എന്തെന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മാക്സിമം അവരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ ചാറ്റ് ബോട്ട് വഴിയോ മറ്റോ ആക്സെപ്റ്റ് ചെയ്ത് വെക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്ലോബി അവർക്ക് ഡെയിലി വരുന്ന ആരുടെല്ലാം ബർത്ത്ഡേ ഉണ്ടോ അവർക്ക് ഓട്ടോമാറ്റിക് ഈ ഒരു മെസ്സേജ് ഡെലിവറി ആയിപ്പോൾ ദെൻ ജസ്റ്റ് നമ്മൾ സേവ് എന്ന് കൊടുക്കുക. സോ ആരുടെല്ലാം ബർത്ത്ഡേ വരുന്നുണ്ടോ ആ ദിവസം അവർക്ക് ഈ ഒരു മെസ്സേജ് ഡെലിവറി ആയിപ്പോൾ. അതാണ് ഇതിലെ ഓട്ടോമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഡീഫോൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത്. ഡീഫോൾട്ട് ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു ബിസിനസ് രണ്ട് സ്റ്റേജിൽ, ഒന്ന് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട്, രണ്ടാമത് ഓഫ് ടൈം ഉണ്ട്. സോ വർക്കിംഗ് ഹവേഴ്സിൽ പോകേണ്ട ഒരു ചാറ്റ് ബോട്ട് ഏതാണ്, അത് നമ്മൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു നേരത്തെ. ഒരു മൾട്ടിപ്പിൾ ചാറ്റ് ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഹവേഴ്സിൽ കൊണ്ട ചാറ്റ് ബോട്ട് ഏതാണെന്ന് ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി വർക്കിംഗ് ടൈം അല്ലാത്ത സമയത്ത് ഏത് ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യണമെന്ന് ഇവിടെ ചൂസ് ചെയ്യാം. രണ്ട് സ്ഥലങ്ങളിലും സെയിം ചാറ്റ് ബോട്ട് ചൂസ് ചെയ്താലും ഇറ്റ് വിൽ ബി വർക്ക്. ഓക്കെ, നോ പ്രോബ്ലം, അത് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് കീവേഡ് ആക്ഷൻസ്. കീവേഡ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിറയെ ചാറ്റ് ബോട്ട്സ്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് 3-4 ചാറ്റ് ബോട്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ചാറ്റ് ബോട്ടുകളെ 5 ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടാണല്ലോ നമുക്ക് ഡീഫോൾട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ഒരു കീവേഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ചാറ്റ് ബോട്ട് ഓപ്പണായി വരണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കീവേഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫ്ലോ നമ്മൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് നമ്മുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. വേറൊരു ഫ്ലോ നമ്മൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഓർഡേഴ്സ് കളക്ട് ചെയ്യാനാണെന്ന് വിചാരിക്കുക. വേറൊന്ന് നോർമൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാബിൽ കൊടുക്കുന്ന ക്യൂആറിൽ ഒരു ചാറ്റ് ബോട്ടാവും വർക്ക് ചെയ്യേണ്ടി വരിക. പക്ഷെ അവരുടെ മെയിൻ വാട്സപ്പിൽ കസ്റ്റമർ പുറത്തുനിന്ന് മെസ്സേജ് അയക്കുമ്പോൾ വേറൊരു ബോട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കീവേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കീവേഡ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പൗഡർ എന്നുള്ള കീവേഡ് വെച്ചിരിക്കുക. നമുക്കിവിടെ ഫസി മാച്ച് ഉണ്ട്, എക്സാക്റ്റ് മാച്ച് ഉണ്ട്, കണ്ടെയ്ൻസ് ഉണ്ട്. അതായത് ഈ ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഞാൻ ഒരു കസ്റ്റമർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കത് വർക്കൗട്ട് ആവും. ഫോർ എക്സാമ്പിൾ ഓർഡർ എന്ന് പറയുമ്പോൾ ആ ഓർഡർ അതേപോലെ തന്നെ വരണമെന്നില്ല, അതിലെന്തെങ്കിലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ വലിയക്ഷരം ചെറിയക്ഷരം ആ ഒരു വിഷയം ഇതിൽ മാത്രമല്ല. എങ്ങനെ ടൈപ്പ് ചെയ്താലും ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോ വർക്കാവും. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എക്സാക്റ്റ് മാച്ച്. എക്സാക്റ്റ് മാച്ച് എന്ന് പറയുന്നത് നമ്മളിതിൽ എന്താണോ എക്സാക്റ്റ്ലി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള കീവേഡ് അത് മാത്രമേ വർക്കാവുള്ളൂ. ദെൻ നമുക്ക് വരുന്ന അടുത്തൊരു ഓപ്ഷൻ കണ്ടെയ്ൻസ്. അതായത് നമുക്ക് വരുന്ന കസ്റ്റമർ അയക്കുന്ന മെസ്സേജിൽ ഒരു പാരഗ്രാഫ് എന്ന് വിചാരിക്കുക മെസ്സേജ്. അപ്പോൾ ആ മെസ്സേജിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കണ്ടെയ്ൻ, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓർഡർ എന്നുള്ള വാക്കുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോ വർക്കാവും. സോ നമുക്ക് എക്സാക്റ്റ് മാച്ച് എടുക്കാം. എക്സാക്റ്റ് മാച്ച് എടുത്തതിന് ശേഷം എനിക്കിവിടെ ചൂസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഫ്ലോ ആക്കി ചെയ്യിക്കുക. ഫോർ എക്സാമ്പിൾ സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ
ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഡെമോ എന്നുള്ള ഈ ഒരു ഫ്ലോ ചൂസ് ചെയ്യുന്നു. തന്നെ സെറ്റ് ഹൈ പ്രയോറിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ചാറ്റ് ബോട്ട് വർക്ക് ചെയ്തോട് ഇരിക്കുകയാണെങ്കിലും ഈ ഒരു ബോട്ട് വർക്കാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സെറ്റ് ഹൈ പ്രയോറിറ്റി എന്ന് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ആഡ് കീവേഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരാൾ ഓർഡർ എന്ന് പറയുന്ന കീവേഡ് ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ആ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഡെമോ ചാറ്റ് ബോട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് കീവേഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആഡിൽ നിന്ന് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആ അയക്കുന്ന മെസ്സേജിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും പ്രത്യേക കീവേഡ്. അപ്പോൾ നമുക്ക് ആഡ് വരുമ്പോൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇന്ന ഫ്ലോ വരണം, വേറൊരു പ്രൊഡക്റ്റ് ആകുമ്പോൾ ഈ ഫ്ലോ വരണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിനാണ് കീവേഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഷോർട്ട് ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കീവേഡിന് ഒരു QR കോഡിനുള്ളിലേക്ക് വേണമെങ്കിൽ മാറ്റിയേക്കാം. ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു, എന്നിട്ട് ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് കൊടുത്ത് ജസ്റ്റ് ക്രിയേറ്റ് ഷോർട്ട് ലിങ്ക് കൊടുത്തു, ഇത് സേവ് കൊടുത്ത്. ഇപ്പോൾ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു QR കോഡാണത്. ഈ ഒരു QR സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിത് എവിടെയെങ്കിലും പ്രിൻ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് കസ്റ്റമർ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓർഡർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലോ ആണ് വർക്കാവുക. ഇതിലുള്ള അടുത്തൊരു ഓപ്ഷനാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. കോൺവെർസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഐസ് ബ്രേക്കേഴ്സ് ഉണ്ട്, കമാൻഡ്സ് ഉണ്ട്. സോ ഐസ് ബ്രേക്കേഴ്സ് എന്താണെന്ന് നോക്കാം. ഐസ് ബ്രേക്കർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു പുതിയൊരാൾ മെസ്സേജ് അയക്കാതിരിക്കുക. സോ അയാൾക്കൊരു ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചോദിക്കുക എന്നുള്ള ഇൻട്രൊഡക്ഷൻ പ്രോബ്ലം ചോദിക്കുക. സോ ആ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി വരുന്നത്. സോ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യത്തിലൂടെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്യാൻ ഐ ഗെറ്റ് 7 days ഫ്രീ ട്രയൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് 7 days ഫ്രീ ട്രയൽ കിട്ടുമെന്നാണ്. സോ നമ്മൾ കസ്റ്റമർ API കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ നമ്പറിലേക്ക് നമ്മുടെ കസ്റ്റമർ വെരി ഫസ്റ്റ് മെസ്സേജ് അയക്കാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫുൾ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സജഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനാണ് ഐസ് ബ്രേക്കേഴ്സ് എന്ന് പറയുക. അത് ജസ്റ്റ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. 4 നമുക്ക് മാക്സിമം പറ്റുക. ഇവിടെ ആഡ് കൊടുത്ത് ഓരോ മെസ്സേജുകൾ കൊടുത്ത് ജസ്റ്റ് സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് വരുന്നൊരു ഓപ്ഷനാണ് കമാൻഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കമാൻഡുകൾ വിസിബിൾ ആവും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഓർഡർ എന്നുള്ള കമാൻഡ് കൊടുത്ത് എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ടു ഓർഡർ ഫുഡ് എന്ന് കൊടുത്ത് ആഡ് കമാൻഡ് എന്ന് കൊടുത്ത്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള കീവേഡ്സുകൾ വിസിബിൾ ആവും. ഓരോ കീവേഡ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നും കസ്റ്റമർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. സോ ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്കുള്ളത്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് വിശദീകരിച്ചിട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.